ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ സെപ്റ്റംബർ 21-22 തീയതിയിലെ പ്രധാന കറണ്ട് അഫയേഴ്സാണ്. ആദ്യം തന്നെ സെപ്റ്റംബർ 21 പ്രത്യേകതയാണ് ലോക അൾഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. 2025 ലോക അൾഷിമേഴ്സ് ദിനത്തിൻ്റെ തീം എന്നത് ആസ്ക് എബൌട്ട് ഡിമെൻഷ്യ, ആസ്ക് എബൌട്ട് അൾഷിമേഴ്സ് എന്നതാണ്. സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. സമാധാന ദിനത്തിൻ്റെ തീം ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ്. കൂടാതെ സെപ്റ്റംബർ 21 ശ്രീനാരായണ ഗുരു സമാധി ദിനം കൂടിയാണ്. ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന പുസ്തകം രചിച്ചത് PG സദാനന്ദൻ. ഏഷ്യ കപ്പ് അണ്ടർ 16 വനിതാ B ഡിവിഷൻ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. മലേഷ്യയിലെ അരീന സെരമ്പാൻ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പമ്പ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് 2025 സെപ്റ്റംബർ 20 പുന്നപ്ര വയലാർ ചരിത്രരേഖകൾ എന്ന പുസ്തകം രചിച്ചത് RK ബിജുരാജ്. കലാമണ്ഡലം E വാസുദേവൻ നായർ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? കഥകളി നടനായിരുന്നു. കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ അംഗീകാരമായ പാക് ക്യോങ്നി പുരസ്കാരത്തിന് അർഹനായ ജ്ഞാനപീഠ ജേതാവ് അമിതാവ് ഘോഷ്. പൊട്ടിപ്പോയ അസ്ഥികൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പശ വികസിപ്പിച്ചത് ചൈന. UN-ലെ US സ്ഥാനാധിപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്ക് വാട്സ്. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡിന് അർഹനായത് രാജ്ദീപ് സർദേശായി. ചരക്ക് സേവന നികുതിയിലെ 12-18 സ്ലാബുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പരിഷ്കരണം നിലവിൽ വന്നത് 2025 സെപ്റ്റംബർ 22 ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് BCCIയുടെ പുതിയ പ്രസിഡന്റായത് മിഥുൻ മൻഹാസ്. 2026 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയാണ് ഹോം ബൗണ്ട് സംവിധാനം ചെയ്തത് നീരജ് ഗെയ്വാൻ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2023 അർഹനായത് മോഹൻലാൽ. വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മൊറോക്കോ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി ശാസ്താംകോട്ട. ആദ്യ ബ്രിക്സ് യുവജനോത്സവ വേദി റഷ്യ.